അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ശോശാമ്മ. ഞാൻ ഒരു 2-3 ആഴ്ചയായുള്ളൂ ഇവിടെ വന്ന് ധ്യാനം കൂടാൻ തുടങ്ങിയിട്ട്. എൻ്റെ മകന് എല്ലാ വക ജോലികളും അറിയാവുന്ന ഒരു കുഞ്ഞാണ് എൻ്റെ മകന്. പക്ഷേ അവന് ഒരു ജോലിയിൽ സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കാൻ പറ്റണില്ല. അവന് ഡ്രൈവിങ് ചെയ്യും, ഇലക്ട്രീഷ്യൻ വർക്കുകൾ ചെയ്യും, ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവന് ചെയ്യാൻ അറിയാം. റബ്ബർ വെട്ട് അറിയാം, തുമ്പപ്പണി അറിയാം. പക്ഷെ അവനൊന്നും ഉറച്ചു നിന്ന് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. അവന് ഏറ്റവും കൂടുതൽ ചെയ്യാനുള്ളത് ഡ്രൈവിംഗ് പണിയാണ്. ഒരു ആംബുലൻസിലാണ് അവന് ഡ്രൈവിംഗ് ജോലി ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം. വടക്കഞ്ചേരിയിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലായിരുന്നു ജോലി അവൻ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ അവർ തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായി, അവൻ ജോലിയിൽ നിന്ന് മാറി. അന്നേരം ഞാൻ അച്ഛൻ്റെ അടുത്തുണ്ട്. അച്ഛനോട് ഞാൻ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു ധ്യാനം കൂടാൻ പറഞ്ഞു. ഞാനിവിടെ വന്ന് ധ്യാനം കൂടി കൗൺസിലിംഗ് നടത്തി. അപ്പോൾ അതിന് മുന്നേ ഞാൻ അവിടുത്തെ പാലന ഹോസ്പിറ്റലിലെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാലന ഹോസ്പിറ്റലിലെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മകനോട് വരാൻ പറയുക, ഞാൻ അവനിവിടെ ജോലി ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞെങ്കിലും അച്ഛൻ ഒരു 15 ദിവസം വരെ ഒന്നും പറയുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. അപ്പം ഞാൻ അവനോട് ഉറപ്പ് കൊടുത്തു, അച്ഛൻ വരും, നിനക്ക് ജോലി തരും. അവനോട് വന്ന് കാണാൻ പറഞ്ഞു. അവൻ വന്ന് കണ്ടു പോയിട്ടാണ് ഈ 15 ദിവസമായിട്ട് ഒരു ഇതും പ്രലോഭനം ഒന്നും ഇല്ലാണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിംഗ് നടത്തിയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, 12 വിശ്വാസ പ്രമാണം ചൊല്ലി ചേച്ചി കാഴ്ചവെക്ക്. വിശ്വാസത്തോടെ 12 വിശ്വാസ പ്രമാണം ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറുമെന്ന് പറഞ്ഞു. ഞാൻ അതേപോലെ തന്നെ 12 വിശ്വാസ പ്രമാണം 12 ദിവസം ചൊല്ലി കാഴ്ചവെച്ചു. 11ാമത്തെ ദിവസം രാവിലെ 11 മണിയായപ്പോഴേക്കും പാലന ഹോസ്പിറ്റലിലെ അച്ഛൻ വിളിച്ചിട്ട് പറഞ്ഞു, മകനോട് നാളെ ജോലിക്ക് കയറാനായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടി വരാൻ പറഞ്ഞു. അവൻ ആംബുലൻസ് AC ആംബുലൻസിലാണ് ഇപ്പോൾ അവൻ ജോലി ചെയ്യുന്നത്. അച്ഛൻ അവനോട് പറഞ്ഞു, AC ആംബുലൻസാണ് നീ ഓടിക്കേണ്ടത്. AC ആംബുലൻസിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ചടങ്ങും കാര്യങ്ങളെല്ലാം നോക്കി നീ കൃത്യമായിട്ട് ജോലി ചെയ്യാനായിട്ടുള്ള തയ്യാറെടുപ്പോട് കൂടി വരണമെന്ന് പറഞ്ഞു. അവനതെല്ലാം അംഗീകരിച്ച് ഇപ്പം 2 മാസമായി പാലന ഹോസ്പിറ്റലിലെ ഏറ്റവും വലിയ വണ്ടിയിൽ AC ആംബുലൻസിൽ അവൻ ജോലി ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, മകൻ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവനൊരു സ്ഥലത്ത് നിൽക്കില്ലായിരുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ 11ാമത്തെ ദിവസം അല്ലേ 12ാമത്തെ ദിവസം അവന് ജോലിയിൽ കയറാൻ കഴിഞ്ഞു. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തോത്രം.